ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സാണ് ഈ വീഡിയോയിലുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന ഈ പിക്ചർ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ പിക്ചറാണ്. ഈ പിക്ചറിൽ ഹോമോസൈഗസ് ആയിട്ടുള്ള ടാൾ പ്ലാന്റിനെയും ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോർഫ് പ്ലാന്റിനെയും ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് F1 ജനറേഷനിൽ എല്ലാം ടാൾ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ T സ്മാൾ t. ഇനി അത് സെൽഫ് ഫെർട്ടിലൈസേഷന് വിധേയമാക്കുമ്പോഴത്തേക്കും നമുക്ക് ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്. 3 ടാൾ 1 ഡോർഫും. ജീനോട്ടിപ്പിക് റേഷ്യോ ക്യാപിറ്റൽ T 1, capital T small t 2, small t 1, that is 1:2:1. മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1, ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1. ഈ വീഡിയോയിൽ കാണുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നു: സീഡിൻ്റെ ഷേപ്പും സീഡിൻ്റെ കളർ. That is, round yellow seed is crossed with wrinkled green seed. Then the F1 generation all are round yellow. ഇനി F1 ജനറേഷനെ സെൽഫ് ഫെർട്ടിലൈസേഷന് വിധേയമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1. ഡൈഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ ഈസ് 9:3:3:1. അപ്പോൾ ഇവിടെ ജീനോടൈപ്പുകൾ എഴുതുന്നതും ഗമീറ്റ്സുകൾ എഴുതുന്നതും പ്രത്യേകം ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ടതാണ്. അടുത്തതായിട്ട് ടെസ്റ്റ് ക്രോസ് ആണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു ഫീനോടൈപ്പ്, ഈ ഫീനോടൈപ്പ് ഡോമിനൻ്റ് ആണ്. ഈ ഡോമിനൻ്റ് ഫീനോടൈപ്പ് ഹോമോസൈഗസ് ആണോ അതോ ഹെറ്ററോസൈഗസ് ആണോ, ക്യാപിറ്റൽ W ആണോ, ക്യാപിറ്റൽ W സ്മാൾ w ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ജനറ്റിക് ക്രോസിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ഈ ജനറ്റിക് ക്രോസിൽ ചെയ്യുന്നത് ഈ ഡോമിനൻ്റ് ഫീനോടൈപ്പുള്ള ഇൻഡിവിജ്വലിനെ അതിൻ്റെ ഹോമോസൈഗസ് റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഹോമോസൈഗസ് റിസസീവ് പാരൻറ്റുമായിട്ട് ഡോമിനൻ്റ് ഇൻഡിവിജ്വലിനെ ക്രോസ് ചെയ്യുന്നു. ആ ക്രോസ് ചെയ്തിരിക്കുന്നതിൻ്റെ പണ്ണറ്റ് സ്ക്വയർ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും ഹോമോസൈഗസ് ആണ് എന്ന് കരുതുന്നു, ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ് എന്ന് കരുതുന്നു. ഹോമോസൈഗസ് ഡോമിനൻറ്റിനെ ഹോമോസൈഗസ് റിസസീവുമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ ആൾ ഫ്ലവേഴ്സ് ആർ വയലറ്റ്. ദാറ്റ് മീൻസ് എല്ലാം ഒരേ ടൈപ്പ് ഇൻഡിവിജ്വൽ കിട്ടി, ക്യാപിറ്റൽ W സ്മാൾ w. അപ്പോൾ ഈ ഒരു റിസൾട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുത എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫീനോടൈപ്പ് ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. ഇനി ഈ ക്രോസ് ചെയ്തപ്പോഴത്തേക്കും ഇതായിരുന്നു ഹെറ്ററോസൈഗസ് ആയിരുന്നു ഇതിൻ്റെ ഫീനോടൈപ്പെങ്കിൽ ഈ ഹെറ്ററോസൈഗസ് ഇൻഡിവിജ്വലിനെ ഹോമോസൈഗസ് റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ എന്താ റിസൾട്ട് കിട്ടിയെന്ന് ഈ പിക്ചറിൽ നോക്കുമ്പോൾ കാണാം. അപ്പോൾ പകുതി ക്യാപിറ്റൽ W സ്മാൾ w ആണ്, ഡോമിനൻ്റ് ആണ്. ബാക്കി സ്മാൾ w റിസസീവ് ആണ്. അപ്പോൾ പകുതി ഇൻഡിവിജ്വൽസ് ഡോമിനൻറ്റും പകുതി ഇൻഡിവിജ്വൽസ് റിസസീവുമാണ്. അപ്പോൾ ഒരു ആക്ച്വൽ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് ക്രോസാണ് ഒരു ആക്ച്വലായിട്ടുള്ള ഒരു ടെസ്റ്റ് ക്രോസ്. ഇവിടെ ഹോമോസൈഗസ് റിസസീവ് പാരൻറ്റുമായിട്ട് ഈ ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റേഷ്യോ 1:1 ആണ്. ഒരു ടിപ്പിക്കൽ ടെസ്റ്റ് ക്രോസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അപ്പോൾ ഒരു ജനറ്റിക് ക്രോസിൽ ടെസ്റ്റ് ക്രോസിൽ അതിൻ്റെ F1 ഇൻഡിവിജ്വലിനെ അതിൻ്റെ ഹോമോസൈഗസ് റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ക്രോസ്. ഏതെങ്കിലും ഒരു പാരൻറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ബാക്ക് ക്രോസ് എന്ന് വിളിക്കും. ഈ പിക്ചറിൽ കാണുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനനാണ്. ഇതിൽ റെഡ് ഫ്ലവേർഡ് പ്ലാന്റിനെ വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ F1 ജനറേഷനിൽ റെഡും വൈറ്റും അല്ല കിട്ടുന്നത്, പിങ്ക്
പിങ്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഡോമിനൻ്റ് കളറാണ്, ഇത് റിസസീവ് കളറാണ്. പക്ഷേ പിങ്ക് ഡോമിനൻ്റും അല്ല റിസസീവും അല്ല. അപ്പോൾ ഈ ഡോമിനൻ്റ് കളറ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ വൈറ്റ്. അപ്പോൾ ഈ ഫിനോമിനയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ F1 ജനറേഷൻ കിട്ടുന്ന ഈ പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ്സിനെ സെൽഫ് ഫെർട്ടിലൈസേഷന് വിധേയമാക്കി F2 ജനറേഷൻ ഉണ്ടാക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 കിട്ടുന്നു. 1 റെഡ് ഈസ് ടു 2 പിങ്ക് ഈസ് ടു 1 വൈറ്റ്. അതുപോലെ തന്നെ ജീനോട്ടിപ്പിക് റേഷ്യോയും R1, R2, r1. അപ്പോൾ ഇതൊരു പ്രത്യേക എക്സാമ്പിളാണ്. ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 വരുന്ന ജനറ്റിക് ക്രോസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ആൻറ്റിറിനം മേജസ് എന്ന് പറയുന്ന പ്ലാന്റ് അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് എക്സാമ്പിളായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഈ പിക്ചറിൽ കാണുന്നത് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജീനോടൈപ്സ് ആണ്. അപ്പോൾ ഇവിടെ അലിൽ ഫ്രം പാരൻറ്റ് 1, അലിൽ ഫ്രം പാരൻറ്റ് 2, ജീനോടൈപ്പ് ഓഫ് ഓഫ്സ്പ്രിങ്, ബ്ലഡ് ടൈപ്പ് ഓഫ് ഓഫ്സ്പ്രിങ്, ഇതിൻ്റെ ചാർട്ടാണ് കാണുന്നത്. ഒരു പാരൻറ്റിൽ നിന്നും കിട്ടുന്നത് IA ആണെങ്കിൽ, രണ്ടും A ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് A. അതുപോലെ ഒന്ന് Aയും ഒന്ന് Bയും ആണെങ്കിൽ Aയും Bയും AB. അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പാണ് കോഡോമിനൻസിന് പ്രധാനമായിട്ടും എക്സാമ്പിളായിട്ട് പറയാവുന്നത്. കാരണം ഇവിടെ IAയും IBയും രണ്ട് ജീനും ഒരുപോലെ ഒരേ ഇൻഡിവിജ്വൽ ഡോമിനൻ്റ് ആകുന്നു. അതാണ് AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ഇവിടെ ഒരു ഡോമിനൻറ്റും ആ ഡോമിനൻ്റ് ജീനിൻ്റെ തന്നെ റിസസീവ് ആണ് സ്മാൾ i. IA സ്മാൾ i വന്നാൽ ബ്ലഡ് ഗ്രൂപ്പ് A. ദ സെയിം വേ IBA, IAB AB ഗ്രൂപ്പ്, IBB B ഗ്രൂപ്പ്, IB സ്മാൾ i B ഗ്രൂപ്പ്, രണ്ടും റിസസീവ് അലിൽ വരുന്നത് സ്മാൾ i വരുന്നത് ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. ഇത് സെക്സ് ഡിറ്റർമിനേഷൻ്റെ ഒരു പിക്ചറാണ്. XX, XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഹ്യൂമൻ ബീയിങ്സിലും അതുപോലെ തന്നെ ഡ്രോസോഫിലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെയിൽസ് XYയും ഫീമെയിൽസ് XXും ആണ്. ദാറ്റ് ഈസ് മെയിൽസ് ആർ ഹെറ്ററോഗമീറ്റിക്, ഫീമെയിൽസ് ആർ ഹോമോഗമീറ്റിക്. അതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സെക്സ് ഡിറ്റർമിനേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയാവുന്നതാണ് ബേർഡ്സിൽ നടക്കുന്ന സെക്സ് ഡിറ്റർമിനേഷൻ. ഇവിടെ മെയിൽസ് ഹോമോഗമീറ്റിക്കും ഫീമെയിൽസ് ഹെറ്ററോഗമീറ്റിക്കുമാണ്. മെയിൽസിൻ്റെ Z എന്നും ഫീമെയിൽസിൻ്റെത് ZW മെക്കാനിസം എന്നും വിളിക്കുന്നു. ഇത് ലിങ്കേജ് എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ പിക്ചറാണ്. ഈ പടത്തിൽ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ജീനുകളും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രണ്ട് ജീനുകളും തങ്ങളിൽ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ആണ്. ഇവിടെ ജീൻസ് ക്ലോസ്ലി ലൊക്കേറ്റഡ് ആണ്, ഇവിടെ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ആണ്. അപ്പോൾ ക്ലോസ്ലി ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ജീൻസുകൾ റീകോമ്പിനേഷൻ കഴിയുമ്പോഴത്തേക്കും വ്യത്യാസം വരാൻ സാധ്യത കുറവാണ്. അത് പാരൻ്റൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതലും അടുത്ത ജനറേഷനിൽ എക്സിബിറ്റ് ചെയ്യുക. ഇത് ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ജീൻ ആകുമ്പോഴത്തേക്കും ഒരുപാട് റീകോമ്പിനൻ്റ് ക്യാരക്ടേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ക്ലോസ്ലി ലൊക്കേറ്റഡ് ആണെങ്കിൽ അവിടെ ലിങ്കേജ് ഉണ്ട്, ലിങ്ക്ഡ് ജീൻസ് ആണ്. അപ്പോൾ ലിങ്ക്ഡ് ജീൻസ് ആണെന്നുണ്ടെങ്കിൽ പാരൻ്റൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ കാണിക്കുക. ഇവിടെ പാരൻ്റൽ ടൈപ്പ് 98.7% പാരൻ്റൽ ടൈപ്പാണ്. റീകോമ്പിനൻ്റ് ടൈപ്പ് 1.3% ഉള്ളൂ. എന്നാൽ ഈ ക്രോസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജീൻസ് ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ആണ്, അതുകൊണ്ട് പാരൻ്റൽ ടൈപ്പ് 62.8% പാരൻ്റൽ ടൈപ്പാണ്. അപ്പോൾ പാരൻ്റൽ ടൈപ്പ് ഇതിനെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. റീകോമ്പിനൻ്റ് ടൈപ്പ് ഇതിനെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലാണ്. അപ്പോൾ ജീൻസ് ക്ലോസ്ലി ലൊക്കേറ്റഡ് ആണെങ്കിൽ ലിങ്കേജ് ഉണ്ട്, ജീൻസ് ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ആണെങ്കിൽ ലിങ്കേജ് ഈസ് ആബ്സെൻറ്റ്. സോ റീകോമ്പിനൻ്റ് ടൈപ്സ് ആർ മോർ, parental type are less. In linkage, parental types are more, recombinant types are less. ഇത് പെഡിഗ്രി ചാർട്ടാണ്. അതിലിതായി ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് മെയിൽ, സർക്കിൾ ഷേപ്പിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഫീമെയിൽ, ഡയമണ്ട് ഷേപ്പിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സെക്സ് അൺസ്പെസിഫൈഡ്, സെക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനെല്ലാം ഷെയ്ഡ് ചെയ്തിട്ടുള്ള
രീതിയിലാണ് പടം കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്. ഇനി ഒരു മെയിലിനെയും ഒരു ഫീമെയിലിനെയും സിംഗിൾ ലൈൻ കൊണ്ട് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മാറ്റിംഗ് ഓർ അതർവൈസ് മാരേജ്. ഡബിൾ ലൈൻ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് മാറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ഓർ അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് കോൺസാഗ്ന്യൂസ് മാറ്റിംഗ്. ഇനി ഒരു ഫാമിലിയെ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും മുകളിൽ പാരൻസും അതിന് താഴെ ചിൽഡ്രനും എന്നുള്ള രീതിയിലായിരിക്കും ഫാമിലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ഓഫ് ബർത്ത് ലെഫ്റ്റ് ടു റൈറ്റ് ആ രീതിയിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അതിൽ ആ ഫാമിലി ട്രീയിൽ ആർക്കെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അതിനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കും. അതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര അൺഅഫക്റ്റഡ് ഓഫ് സ്പ്രിങ്സ് ഉണ്ട് എന്നുള്ളത് ഇത് നോക്കുമ്പോൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ കാണിച്ചിരിക്കുന്ന ഈ ചാർട്ടാണ് പെഡിഗ്രി ചാർട്ട്. രണ്ട് ഡിസീസിൻ്റെ പെഡിഗ്രി അനാലിസിസ് പഠിക്കാനുണ്ട്. ഒന്നൊരു ഡോമിനൻ്റ് ഡിസീസും മറ്റേതൊരു റിസസീവ് ഡിസീസുമാണ്. ഡോമിനൻ്റ് ഡിസീസിന് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത് മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഡിസീസാണ്. റിസസീവിന് എക്സാമ്പിളായിട്ടുള്ളത് സിക്കിൾ സെൽ അനീമിയാണ്. അപ്പോൾ ഈ ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെടാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ക്ലൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷനിലും സെക്കൻഡ് ജനറേഷനിലും അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡോമിനൻ്റ് ഡിസീസ്. അപ്പോൾ അങ്ങനെ ഡോമിനൻ്റ് ഡിസീസായിട്ട് പഠിക്കാനുള്ളതാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി. ഇനി ഒരു ജനറേഷനിൽ ആബ്സെൻ്റ് ആണ്, അടുത്ത ജനറേഷനിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിലാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഷെയ്ഡിങ് ഇല്ല, ഇവിടെ ഷെയ്ഡിങ് അടുത്ത ജനറേഷനിൽ വന്നപ്പോൾ ഷെയ്ഡിങ് ഉണ്ട് എങ്കിൽ അത് റിസസീവ് ഡിസീസാണ്. അതിന് എക്സാമ്പിളാണ് സിക്കിൾ സെൽ അനീമിയ. മെൻഡേലിയൻ ഡിസോർഡർ അല്ലെങ്കിൽ ജീൻ മ്യൂട്ടേഷന് അല്ലെങ്കിൽ പോയിൻ്റ് മ്യൂട്ടേഷന് ബെസ്റ്റ് എക്സാമ്പിളാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഒരു സിംഗിളായിട്ടുള്ള ഒരു നൈട്രജൻ ബേസിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ CTC GAG ഇവിടെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ തൈമിൻ എന്ന് പറയുന്ന ഈ നൈട്രജൻ ബേസിൻ്റെ സ്ഥാനത്ത് അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് മാറി വരുമ്പോൾ ഉണ്ടാകുന്ന അമിനോ ആസിഡിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ mRNAയിൽ GAG വന്നത് ഈ സ്ഥാനത്ത് വരുമ്പോൾ GUG വരുന്നു. GAG എന്ന് പറയുന്നത് അത് ഡിനോട്ട് ചെയ്യുന്ന അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡാണ്. പക്ഷേ GUG എന്ന് മാറി വരുമ്പോഴത്തേക്കും ആ കോഡോൺ മാറുമ്പോഴത്തേക്കും അമിനോ ആസിഡ് വാലൈനായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ആറാമത്തെ അമിനോ ആസിഡ് കറക്റ്റായിട്ട് വരേണ്ട അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് വാലൈനാണ് വരുന്നതെങ്കിൽ ആ ഡിസീസ് ഉണ്ടാകും. ആ ഡിസീസിൻ്റെ പേരാണ് സിക്കിൾ സെൽ അനീമിയ. RBCs സിക്കിൾ ഷേപ്പായി പോകുന്ന ഡിസീസ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ഇവിടെ പൊസിഷൻ ഓർക്കേണ്ടതുണ്ട്. 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് വരികയാണെങ്കിൽ അത് നോർമലായിട്ടുള്ള ഹീമോഗ്ലോബിൻ ചെയിനാണ്. ആ പൊസിഷനിൽ വാലൈനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് സിക്കിൾ സെൽ അനീമിയയുടെ അമിനോ ആസിഡ് ചെയിനാണെന്നുള്ളത് ഓർക്കുക. ഈ പിക്ചർ ഡൗൺ സിൻഡ്രോമിൻ്റെ പിക്ചറാണ്. ഡൗൺ സിൻഡ്രോം പഠിച്ചിട്ടുണ്ട്. ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ 47 ക്രോമസോംസ് വരുന്ന അവസ്ഥ, 21st ആട്ടോസോം ട്രൈസോമിയാകുന്ന അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥ വരുമ്പോൾ ഉണ്ടാകാവുന്ന കുറേ ക്യാരക്ടേഴ്സാണ് ഈ പിക്ചറിൽ കൂടെ കാണിച്ചിരിക്കുന്നത്. ഫ്ലാറ്റ് ബാക്ക് ഓഫ് ഹെഡ്, മെനി ലൂപ്സ് ഓൺ ഫിംഗർ ടിപ്സ്, പാം ക്രീസ്, ബ്രോഡ് ഫ്ലാറ്റ് ഫേസ്, ബിഗ് ആൻഡ് റിങ്കിൾഡ് ടങ്, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്. ഈ പിക്ചർ കൊടുത്തിട്ട് എന്താണ് അബ്നോർമാലിറ്റി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ദിസ് ഈസ് ദ ഡൗൺ സിൻഡ്രോം.